പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ പൂർണ്ണ ചുമതല ജേക്കബ് തോമസിന് നൽകും. ഫയർഫോഴ്സ് മേധാവിയായിരുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഫ്ളാറ്റ് ഉടമകൾക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. 2 വർഷത്തിനിടെ 5 തവണ സ്ഥലം മാറ്റിയെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന വിദേശ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ മുൻ ഫയർഫോഴ്സ് മേധാവി ജേക്കബ് തോമസ് പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആയി ഇന്ന് ചുമതലയേറ്റു. ഫയർഫോഴ്സ് മേധാവിയായിരിക്കെ ഇറക്കിയ വിവാദ ഉത്തരവിനെ തുടർന്നാണ് ജേക്കബ് തോമസിനെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. സ്ഥലം മാറ്റ ഉത്തരവിറങ്ങുമ്പോൾ വിദേശത്തായിരുന്ന ജേക്കബ് തോമസ് ഇന്നലെയാണ് കേരളത്തിൽ മടങ്ങിയെത്തിയത്. ഫ്ളാറ്റ് നിർമ്മാണം നിയന്ത്രിച്ചുകൊണ്ട് ഫയർഫോഴ്സ് മേധാവി എന്ന നിലയിൽ താൻ ഇറക്കിയ സർക്കുലറിനെ ജേക്കബ് തോമസ് ശക്തമായി ന്യായീകരിച്ചു. ഞാൻ സർക്കുലർ ഇറക്കിയത് വളരെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ ഫ്ലാറ്റുകൾ മാത്രമല്ല, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അതുപോലെ മനുഷ്യർ, ഇന്നസെൻ്റ് ആൾക്കാർ താമസിക്കുകയും അവർ സ്കൂളുകൾ, ഹോസ്പിറ്റലൊക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ 8ാം നിലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന രോഗികൾക്ക് ഇറങ്ങി ഓടാനൊക്കെ ഉള്ള പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെയൊന്നും അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കണമെന്നുള്ള വിധത്തിലൊരു സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുത്തുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതിൻ്റെ കർത്തവ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ചെയ്യുകയും ചെയ്തിരുന്നു. 2 വർഷത്തിനിടെ 5ാം തവണയാണ് തന്നെ സ്ഥലം മാറ്റുന്നത്. എവിടെ സ്ഥലം മാറ്റിയാലും അവിടെ പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടാകും. സർക്കാരിൻ്റെ പല പോസ്റ്റുകളിൽ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ 5ാമത്തെ സ്ഥലമാണിത്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നല്ലത് തന്നെ. താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും തന്റെ കർത്തവ്യമാണെന്ന് ജേക്കബ് തോമസ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.